പുതിയ റിസർച്ച് പഠനങ്ങളിൽ ഹോമിയോപ്പതിയിൽ ഉപയോഗിക്കുന്ന പല മരുന്നുകൾക്കും ക്യാൻസർ കോശങ്ങളെ ഉന്മൂലനം ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് ലോക അർബുദ ദിനമാണ്. ഇത്തവണത്തെ തീം ഇതാണ്, യുണൈറ്റഡ് ബൈ യുണിക്. അതായത് ഓരോ ക്യാൻസർ പേഷ്യന്റിനും വ്യക്തിഗതമായ ചികിത്സയും പരിചരണവും നൽകുന്നതിന്റെ പ്രാധാന്യം ഇവിടെ എടുത്തു കാണിക്കുന്നു. HMS സ്പന്ദനം ഹെൽത്ത് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നതും എന്നാൽ മിക്ക കേസുകളും കണ്ടുപിടിക്കപ്പെടാൻ താമസിക്കുന്നതുമായ ഒരു ക്യാൻസറാണ് കോളോറെക്ടൽ ക്യാൻസർ. നമുക്കിതേക്കുറിച്ച് സംസാരിക്കാം. വൻകുടലിന്റെ ഭാഗങ്ങളായ കൊളോൺ അല്ലെങ്കിൽ രക്തത്തെ ബാധിക്കുന്ന ക്യാൻസറാണ് കോളോറെക്ടൽ ക്യാൻസർ. ലോകമാകമാനം നോക്കിയാൽ ക്യാൻസറുകളിൽ 3-ാം സ്ഥാനമാണ് കോളോറെക്ടൽ ക്യാൻസറിനുള്ളത്. മറ്റേതൊരു ക്യാൻസറിനെയും പോലെ പ്രായം കൂടുന്തോറും ഇത് ബാധിക്കാനുള്ള സാധ്യതയും കൂടുന്നു. ഇനി കോളോറെക്ടൽ ക്യാൻസറിന് കാരണമായേക്കാവുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജനിതകവും പാരിസ്ഥിതികവുമായ കാരണങ്ങളും ദഹന വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന മറ്റ് രോഗാവസ്ഥകളും ഇതിന് കാരണമായേക്കാം. ജനിതകമായ കാരണങ്ങളിൽ ഒന്നാണ് ഫെമിലിയൽ അഡിനോമാറ്റസ് പോളിപ്പോസിസ്, അതായത് ക്യാൻസർ അല്ലാത്ത വളർച്ചകൾ. ഇവ പിൽക്കാലത്ത് ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാംസഭക്ഷണം, അമിതമായ കൊഴുപ്പ്, നാരടങ്ങിയ ഭക്ഷണത്തിന്റെ അഭാവം, ഭക്ഷണത്തിൽ പച്ചക്കറികളും പഴങ്ങളും ഉൾപ്പെടുത്താതിരിക്കുക ഇവയൊക്കെ ക്യാൻസർ സാധ്യത കൂട്ടുന്നു. തൈര്, തവിടോടു കൂടിയുള്ള ധാന്യങ്ങൾ ഇവയൊക്കെ ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നു. ദുർമേധസ്, പുകവലി, മദ്യപാനം ഇവയൊക്കെ ക്യാൻസർ സാധ്യത കൂട്ടുന്ന കാരണങ്ങളാണ്. വ്യായാമമില്ലായ്മ മറ്റൊരു കാരണമാണ്. ദഹനവ്യവസ്ഥയെ ബാധിക്കുന്ന അൾസറേറ്റീവ് കൊളൈറ്റിസ്, ക്രോൺസ് ഡിസീസ് ഇവയൊക്കെ പിൽക്കാലത്ത് ക്യാൻസർ ആയേക്കാം. എന്നാൽ ഇവയൊക്കെ തക്ക സമയത്ത് കണ്ടുപിടിച്ച് വേണ്ട ചികിത്സ ചെയ്താൽ ക്യാൻസറായി പരിണമിക്കാനുള്ള സാധ്യത കുറയുന്നു. വൻകുടലിൽ സ്വാഭാവികമായി കണ്ടുവരുന്ന ജീവജാലങ്ങൾ നശിപ്പിക്കുന്ന ആന്റിബയോട്ടിക്കുകളുടെയും മറ്റു മരുന്നുകളുടെ അമിത ഉപയോഗം കൊണ്ടും ക്യാൻസർ വന്നേക്കാം. ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രാരംഭഘട്ടത്തിൽ ക്ഷീണം, ശരീരഭാരം കുറയുക ഇവയൊക്കെ രോഗിയിൽ കാണാൻ സാധിക്കും. എന്നാൽ രോഗം മൂർച്ഛിക്കുമ്പോൾ മലദ്വാരത്തിൽ നിന്ന് രക്തസ്രാവം, അതുകൊണ്ടുണ്ടാവുന്ന രക്തക്കുറവ്, മലശോധനയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അതായത് മലബന്ധം, വയറിളക്കം, മലത്തിനുണ്ടാകുന്ന നിറവ്യത്യാസം ഇവയൊക്കെ രോഗിയിൽ കാണാം. വിദഗ്ധ പരിശോധനയിൽ വൻകുടലിന്റെ ഭിത്തികളിൽ തടുപ്പുകൾ കാണാൻ സാധിക്കും. ശാരീരിക പരിശോധനകൾ, രക്തക്കുറവ് നിർണ്ണയിക്കാനുള്ള ടെസ്റ്റുകൾ, മറ്റ് അവയവങ്ങളെ ബാധിച്ചിട്ടുണ്ടോ എന്നറിയാൻ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് എന്നിവയൊക്കെ രോഗനിർണയത്തിന് അത്യാവശ്യമാണ്. അൾട്രാസോണിക് സ്കാൻ, CT സ്കാൻ, MRI സ്കാൻ ഇവയൊക്കെ രോഗലക്ഷണങ്ങളുടെ തോതും രോഗത്തിന്റെ അവസ്ഥയും അനുസരിച്ച് ചെയ്യേണ്ടതാണ്. മലദ്വാരത്തിൽ പ്രത്യേക ഉപകരണങ്ങൾ കടത്തിയുള്ള സിഗ്മോയിഡോസ്കോപ്പി, കൊളോണോസ്കോപ്പി ഇവയും ചിലപ്പോഴൊക്കെ ചെയ്യേണ്ടതായി വരും. മരുന്നുകളും ശസ്ത്രക്രിയയും റേഡിയോ തെറാപ്പി ഉൾപ്പെടുന്നതാണ് ഇതിന്റെ ചികിത്സ. രോഗം ബാധിച്ച ഭാഗങ്ങൾ യഥാസമയം നീക്കം ചെയ്താൽ രോഗം മൂർച്ഛിക്കുന്നതും മറ്റ് അവയവങ്ങളിലേക്ക് ബാധിക്കുന്നതും തടയാം. ഇനി കോളോറെക്ടൽ ക്യാൻസർ ചികിത്സയിൽ ഹോമിയോപ്പതിയുടെ സാധ്യത എന്താണെന്ന് നോക്കാം. മറ്റേതൊരു ചികിത്സയിലെയും പോലെ രോഗിയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും ആയുർദൈർഘ്യം കൂട്ടാനും ഹോമിയോപ്പതി മരുന്നുകൾക്ക് സാധ്യമാണ്. രോഗം നേരത്തെ കണ്ടുപിടിച്ചാൽ, അതായത് ആരംഭഘട്ടത്തിൽ തന്നെ ഹോമിയോപ്പതി ചികിത്സ തുടങ്ങിയാൽ രോഗം അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത് തടയാൻ സാധിക്കും. മറ്റ് ചികിത്സാ രീതികളുടെ പ്രത്യാഘാതങ്ങളെ കുറയ്ക്കാനും ഹോമിയോപ്പതി മരുന്നുകൾക്ക് സാധിക്കുന്നു. ക്യാൻസർ രോഗികൾക്കുണ്ടാകുന്ന മാനസിക പ്രയാസങ്ങളും അവസാന ഘട്ടത്തിൽ ഉണ്ടാകുന്ന വിഷമതകളും ലഘൂകരിക്കാൻ ഹോമിയോപ്പതി മരുന്നുകൾ കൊണ്ട് സാധ്യമാണ്. രോഗത്തിന്റെ പ്രത്യേകതകളും രോഗിയുടെ പ്രത്യേകതകളും കണക്കിലെടുത്താണ് ഹോമിയോപ്പതി മരുന്നുകൾ നൽകുന്നത്. പുതിയ റിസർച്ച് പഠനങ്ങളിൽ ഹോമിയോപ്പതിയിൽ ഉപയോഗിക്കുന്ന പല മരുന്നുകൾക്കും ക്യാൻസർ കോശങ്ങളെ ഉന്മൂലനം ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ക്യാൻസർ വെറും ഒരു രോഗമല്ല, ഇത് നമ്മുടെ ജീവിതശൈലിക്ക് നേരെയുള്ള ഒരു വെല്ലുവിളിയാണ്. മുൻകരുതലും കൃത്യമായ ചികിത്സയും കൊണ്ട് നമുക്കിതിനെ നേരിടാൻ സാധിക്കും.